നമസ്കാരം. സൺഡേ വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീൻ പീര വറ്റിച്ചത്, കൊഴുവ മാങ്ങയിട്ട് പീര വറ്റിച്ചത്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. ക്ലീൻ ചെയ്ത കൊഴുവ 1/2 കിലോ, ചെറിയ തരം പൊടിമീനും മത്തിയുമാണ് ഇതിന് നല്ലത്. നാളികേരം ചിരവിയത് 1.5 കപ്പ്. ഇളവൻ തേങ്ങ വേണം മീൻ പീരയ്ക്ക് ഉപയോഗിക്കാൻ. മൂത്ത തേങ്ങയാണെങ്കിൽ രുചി കാര്യമായിട്ട് കുറയും. ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് 12 എണ്ണം, ഇഞ്ചി 2 ചെറിയ കഷ്ണം, വെളുത്തുള്ളി 3 അല്ലി, കാന്താരിമുളക് 12 എണ്ണം. മുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കാന്താരിമുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് യൂസ് ചെയ്യാം. തൊലി കളഞ്ഞ പുളിയുള്ള പച്ചമാങ്ങ കട്ടി കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തത് 1.5 കപ്പ്. മാങ്ങ ഇല്ലെങ്കിൽ 3-4 പീസ് കുടംപുളി വെള്ളത്തിൽ കുതിർത്തിയത് ആഡ് ചെയ്താൽ മതി. വെള്ളം 1/2 കപ്പ്. വെളിച്ചെണ്ണ 1/2 ടേബിൾ സ്പൂൺ. കറിവേപ്പില 3 തണ്ട്. ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് മീൻ പീരയ്ക്ക് വേണ്ട അരപ്പുണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതിനു വേണ്ടി ഒരു ബ്ലെൻഡറിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരിമുളക് എന്നിവയിട്ട് ഒന്ന് ചതച്ചതിന് ശേഷം ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, ചിരകിയ നാളികേരം എന്നിവയിട്ട് ഒന്നുകൂടി ചതച്ചെടുക്കുക. ഇതൊന്ന് ചതഞ്ഞാൽ മാത്രം മതി, അരഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കുക. നമ്മുടെ അരപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ചതച്ചെടുത്ത അരപ്പ്. അടുത്തതായി എല്ലാ ചേരുവകളും ഒന്നിച്ച് കൈകൊണ്ട് ഒന്ന് ഇളക്കി ചേർക്കുക. ഇതിനു വേണ്ടി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിയുള്ള മാങ്ങ, ചെറിയ ഉള്ളി, 2 തണ്ട് കറിവേപ്പില, ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, അരപ്പുണ്ടാക്കിയ ജാറിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അരപ്പ് കഴുകി മീനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. എല്ലാ ചേരുവകളും ചേർത്തിട്ടുണ്ട്. ഇതിനെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് ശരിക്കും മിക്സ് ആയിട്ടുണ്ട്. ഫ്ലെയിം ലോ ടു മീഡിയമിൽ വെച്ച് അടച്ചു വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കണം. ഇനി ഒരു 10 മിനിറ്റും കൂടി തുറന്നു വച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കണം. തവി കൊണ്ടാണ് നിങ്ങൾ ഇളക്കുന്നതെങ്കിൽ മീൻ പൊടിയാതെ വളരെ ശ്രദ്ധിച്ച് വേണം ഇളക്കാൻ. ഇതിപ്പോൾ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അവസാന ഘട്ടത്തിൽ ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് ഒഴിച്ചു കൊടുക്കുക.
ഇനി ഇതിലോട്ട് ബാക്കിയുള്ള ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതുപോലിട്ട് കുറച്ചു നേരം അടച്ചു വയ്ക്കുക. സെർവ് ചെയ്യുന്നതിന് മുമ്പായി ഇതുപോലെ ഒന്നുകൂടി കുടഞ്ഞിട്ടതിന് ശേഷം സമയമാകുമ്പോൾ ഈ ചട്ടിയോടുകൂടി തന്നെ മേശപ്പുറത്ത് വെച്ച് സെർവ് ചെയ്യുക. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ മീൻ പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം, ബൈ.